മലയാള സിനിമയുടെ മറ്റൊരു മുഖം കണ്ട വർഷമാണ് 2024. സിനിമയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന 2024. പുതിയ തലമുറ മലയാള സിനിമയുടെ തലവര മാറ്റിയെഴുതിയ 2024. കളക്ഷനിലും ദൃശ്യവിസ്മയങ്ങളിലും മലയാള സിനിമയിൽ 2024 തട്ട് താഴ്ന്നു തന്നെയിരിക്കും. യുവതാര ചിത്രങ്ങളും പുതുമുഖ ചിത്രങ്ങളും പരീക്ഷണ ചിത്രങ്ങളും ഒരുപോലെ വിജയം കണ്ട വർഷം കൂടിയാണ് ഇത്. 2024 ഇന്ത്യൻ സിനിമയുടെ ആകെ കളക്ഷന്റെ 20% ഇതുവരെ നേടിക്കൊടുത്തത് മലയാള സിനിമയിൽ നിന്നാണ്. 200 മുകളിൽ 207ഓളം സിനിമകളാണ് ഇത്തവണ മോളിവുഡിൽ റിലീസ് ചെയ്തത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ 3 ഒഴികെ ബാക്കിയെല്ലാം ചെയ്തത് യുവ സംവിധായകനാണ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ മലയാള ചിത്രങ്ങൾ 100 കോടി ക്ലബിൽ ഇടം നേടിയതും ഇത്തവണയാണ്. മഞ്ഞുമ്മൽ ബോയ്സ്, പ്രേമലു, ആവേശം എന്നീ ചിത്രങ്ങൾ കേരളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിലൊട്ടാകെ വിജയമായി മാറി. ഈ 4 സിനിമകൾ മലയാളത്തിൽ എക്കാലത്തെയും വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ ചിത്രങ്ങളാണ്. കണക്കുകൾ നോക്കിയാൽ മഞ്ഞുമ്മൽ ബോയ്സ് 242.3 കോടിയും, ആടുജീവിതം 160 കോടിയും, ആവേശം 154.60 കോടിയും, പ്രേമലു 136 കോടിയുമാണ് നേടിയത്. ചിദംബരം രചനയും സംവിധാനവും നിർവഹിച്ച ത്രില്ലർ ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ഒരു കൂട്ടം സുഹൃത്തുക്കളെ ചുറ്റിപ്പറ്റിയുള്ള കഥയിൽ ഒരാൾ ഗുണാഗുഹയിൽ കുടുങ്ങിയപ്പോൾ അവരുടെ അവധിക്കാലം അപ്രതീക്ഷിത വഴിത്തിരിവിലേക്ക് മാറുന്ന യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള കഥയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ബെന്യാമിൻ എഴുതിയ മലയാള നോവലാണ് ആടുജീവിതം. വലിയ സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട നജീബ്, മരുഭൂമിയിലെ ഒരു ആടുവളർത്തൽ കേന്ദ്രത്തിലെ ദുരിതത്തിൽ 3 വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന മലയാളി യുവാവിന്റെ കഥയാണ് ആടുജീവിതം. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആക്ഷൻ കോമഡി ചിത്രമാണ് ആവേശം. എഞ്ചിനീയറിംഗ് പഠിക്കാനായി ബാംഗ്ലൂരിലെത്തിയ 3 ചെറുപ്പക്കാരുടെയും അവർ പരിചയപ്പെട്ട ഗുണ്ടാത്തലവന്റെയും കഥ പറയുന്ന ചിത്രമാണ് ആവേശം. ഗിരീഷ് എഡി സഹരചനയും സംവിധാനവും നിർവഹിച്ച റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് പ്രേമലു. പ്രണയകഥ പറയുന്ന കോമഡി റൊമാൻറ്റിക് ചിത്രമാണ് പ്രേമലു. സിനിമാ പ്രേമികൾക്ക് 2024 നൽകുന്നത് ഒരു പുതിയ പ്രതീക്ഷയാണ്. ലോകത്തിന്റെ വാനോളം ഉയരാൻ മലയാള സിനിമയ്ക്ക് കഴിയുമെന്ന പുത്തൻ പ്രതീക്ഷകളോടെ നമുക്ക് പുതുവർഷത്തെ വരവേൽക്കാം.